സ്വാഭാവികമായിട്ടും പഹൽഗാമിൽ 26 ഇന്ത്യക്കാരുടെ ജീവനെടുത്ത ആ സംഘമുണ്ടല്ലോ, ഈ സംഘത്തിന് അവിടെ വഴികാട്ടിയായി പ്രവർത്തിച്ചത് പ്രദേശവാസികളായ ചിലരാണ് എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ പുറത്തു വരുന്നു. മാത്രമല്ല, ഇവർക്ക് ലോജിസ്റ്റിക്സ് ഉൾപ്പെടെയുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തു. അപ്പോൾ പ്രദേശവാസികളുടെ സഹായമില്ലാതെ ഇവർക്ക് ഒരിക്കലും ഇത്തരം ഒരു പ്രവർത്തനം നടത്താൻ കഴിയില്ല. അതാണ് ധന്യ പറഞ്ഞത്. ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ഒരു വെടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് നോക്കുക പോലും ചെയ്യുന്നില്ല. അയാൾക്ക് പരിഭ്രാന്തിയില്ല. അയാൾ വളരെ കൂളായിട്ട് ഞാനിത് എക്സ്പെക്റ്റ് ചെയ്ത് നിന്നതാണെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ പല ആളുകളും പ്രവർത്തിച്ചിട്ടുണ്ട്. ചില കുതിര സവാരിക്കാർ ഈ പ്രശ്നമുണ്ടായപ്പോൾ തന്നെ ഈ കുതിരയുമായി വന്ന ആളുകൾ പെട്ടെന്ന് അപ്രത്യക്ഷരായി. അവർ മരത്തിൻ്റെ പിന്നിലൊളിക്കുന്നു, അവർ മറ്റിടത്തങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു വെടിശബ്ദം കേൾക്കുമ്പോൾ അത് പടക്കം പൊട്ടിയതല്ലെന്നും ആളുകളെ കൊലപ്പെടുത്താനായിട്ട് ഭീകരൻ നടത്തുന്ന ആക്രമണമാണെന്നും കുറച്ച് പേർ തിരിച്ചറിഞ്ഞു. അപ്പോൾ പഹൽഗാമിലെ മുഴുവൻ ആളുകളും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇടപ്പള്ളി സ്വദേശിയായ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മകൾ പറഞ്ഞതും എന്നെ രക്ഷിച്ചതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതുമൊക്കെ കശ്മീരുകാരായ 2 മുസ്ലിം യുവാക്കളാണ്, എൻ്റെ സഹോദരങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് അവിടുത്തെ ടൂറിസം ഡെവലപ്പ് ചെയ്യണമെന്നും അവരുടെ ഉപജീവനമാർഗം അതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സഞ്ചാരികളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആ മേഖലയുടെ വികസനത്തിന് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നു. ഒപ്പം തന്നെ മറ്റു കുറച്ച് പേർ ഈ നുഴഞ്ഞു കയറിയ ഭീകരരെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് വഴി കാട്ടാൻ വേണ്ടി എല്ലാ സഹായം ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.